ഇതിലേ ഇന്ന് രാവിലെ മുതലേ ബാഗ് അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ പിന്നെ ആരടുത്ത് ചോദിക്കും? ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ തന്നെ സത്യം. അതെ, ഈ ബാഗ് കണ്ടാലും ആരടുത്തും പറയണ്ടാട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രാങ്ക് സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾ കണ്ടാണ് ഞാൻ ഈ ബാഗ് ഇങ്ങനെ എറിഞ്ഞിട്ട് പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പലരും പറഞ്ഞു ബാഗിനകം കാണിച്ചില്ല, ബാഗിനുള്ളിൽ എന്താണെന്നുള്ളത് കാണിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബാഗിനുള്ളിൽ എന്താണെന്ന് ആദ്യമേ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഡമ്മി ക്യാഷാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഈ ബാഗ് നമ്മൾ ഒരിടത്ത് എറിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ആ ബാഗ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ പണമടങ്ങിയ ബാഗ് കണ്ടുപിടിക്കാൻ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ പണമടങ്ങിയ ബാഗ് കണ്ടെത്തി കഴിഞ്ഞാലുള്ള ആൾക്കാരുടെ റിയാക്ഷൻ എന്താവുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. ചേട്ടാ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ബാഗ് കിടക്കുന്നുണ്ടായിരുന്നോ? ഇത് ആരാ ബാഗ് മാമി? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളല്ലേ ഇപ്പൊ ഇതുവഴി വന്നത്? ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് എന്റെ ബാഗാ. ഈ ബാഗ് എവിടെ? ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ എന്നോട് ചോദിക്കുന്നത് ഇത് ആരാ ബാഗെന്ന്. വീട്ടിൽ നിന്ന് വന്നപ്പോഴാ? അല്ലേ ഇതേ എന്റെ അമ്മക്ക് സാധനങ്ങൾ കൊണ്ടുപോകണു. 2 ദിവസമായിട്ട് ഞാൻ ഈ ബാഗ് നോക്കി കിടക്കുമായിരുന്നു. അപ്പൊ ഈ ബാഗ് ഇവിടെ കിടക്കുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. എന്റെ ബാഗാണെന്ന് പറയണമെന്നുണ്ടോ? അല്ല, നിങ്ങളുടെ ബാഗ് എന്നല്ല, നിങ്ങൾ എന്തിനാ ഈ ബാഗ് ഇവിടെ കൊണ്ടിട്ടെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കൊണ്ടിട്ടെന്നാ? പിന്നെ അതെ, ഇതില് കുറച്ച് ക്യാഷ് ആയിരുന്നു. ക്യാഷ് ആയാലും എന്തായാലും എനിക്കറിഞ്ഞൂടാ എന്റെ ബാഗാണോ ഇല്ലേന്ന്. അല്ല നിങ്ങളെ നില്ല് ഇതില് ബാക്കി ക്യാഷ് ഉണ്ടാവും നോക്കട്ട്. നിങ്ങള് വന്നേ, നിങ്ങളിങ്ങ വന്നേ. ചേച്ചി ഇങ്ങ വന്നേ. ഇതിലേ പൈസ ഞാൻ അമ്മക്ക് ചക്ക ഇതൊക്കെ കൊണ്ട് വീട്ടിലോട്ട് പോയപ്പോ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ചോദിക്കല്ലേ ചേച്ചി ബാഗ് കൊണ്ടിട്ട് എന്തിനെന്ന്. ഇതില് പൈസ കുറവുണ്ട് കേട്ടാ. എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാ പോലീസ് വരണണ്ടപ്പോഴേ പെട്ടെന്ന് എറിഞ്ഞിട്ട് പോയതാ. ഒരു വെള്ളയും ഗ്രേ കളറാണ്. എന്റെ ദൈവമേ, അത് രാത്രിയാണ്ട് പെട്ടെന്ന് ഈ പോലീസ് എവിടെ നിന്ന് ഇട്ട് പിടിച്ച് ഞാൻ ഇപ്പൊ ഊട് വഴി കൂടെ ഒക്കെ ഇങ്ങനെ ഓടി. എന്തിനാണ്? ഓ ഇത് തന്നെ. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? ഞാൻ പിന്നെ ആരടുത്ത് ചോദിക്കും? അതെ, നാട്ടില്ലേ ഞാൻ ഇപ്പൊ അമ്മക്ക് ചക്ക ഇതൊക്കെ കൊണ്ടിങ്ങോട്ട് വന്നപ്പോ എന്നെ തോന്നി ബാഗിലെ കുറച്ച് ക്യാഷ് കുറവുണ്ട്, ബാക്കി എന്ത് ചെയ്യുന്നു? അല്ലേ എനിക്ക് ഫോണുള്ള വിളിച്ചു പറഞ്ഞു തരും. ഞാനിപ്പോ ഞാൻ എന്റെ മക്കളെയൊക്കെ ഞാൻ വിളിച്ചാൻ പറയാൻ ചേച്ചി പറയുന്നത് ബാഗായി കൊണ്ടിട്ടൊന്ന് ആ ബാഗായി കൊണ്ടിട്ടൊന്ന് ഇട്ട് പറയല്ലേ ഇങ്ങോട്ട് വന്നാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ ബാഗിന്റെ തിപ്പ് പറഞ്ഞിട്ട് പറയല്ലേ കുറെ കാറ്റ് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ അമ്മക്ക് ഇതൊക്കെ കൊണ്ടിങ്ങോട്ട് പോണതാണ്. നിങ്ങളെന്തിനാ ഇതെടുത്ത് എറിഞ്ഞത്? തെമ്മാടിത്തരം പറഞ്ഞ ഫുഡ് ഇറക്കി അറിയാൻ പറ്റുമോ? നോക്കിയോ, എനിക്ക് ദേഷ്യമാരോ കണ്ടല്ലേ
ഞാൻ നല്ലതൊന്നുമല്ല. ചേച്ചി ഇതൊരു പ്രാങ്ക്. കോമഡി പ്രോഗ്രാം ഫുഡ് മാറ്റി തരാം. ഇത് ചുമ്മാ ഒരു ചാനലിന് എനിക്ക് ആദ്യം അങ്ങനെ സംശയം പോയി ചേച്ചി, പിന്നെ ചിരിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ സംശയം പോയി. ആ മേളിലാ നിറച്ച് പൈസ, അതിന്റെ സിബ് പറഞ്ഞിട്ട് പറഞ്ഞ ബാക്കി പൈസ അത്ര ഞാൻ അതെല്ലാം ഫോട്ടോസ്റ്റാറ്റാണ്. എനിക്കെന്നെ കോണമെന്ന് ഞാൻ എറിഞ്ഞു കൊടുത്തതാണ്. ചേച്ചി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഫുഡൊക്കെ വലിച്ചെറിയണ ചെയ്യാനുള്ളേ. നിൽക്കുന്ന ആളാണ്. പൈസ കണ്ടിട്ടില്ലേ? അല്ല പൈസ കണ്ടിട്ടില്ല, നിങ്ങളാ ഞാൻ കാണിക്കുന്നില്ല. കണ്ടില്ലേ? അപ്പൊ താങ്ക്സ്. എനിക്ക് നിങ്ങൾ ചായ കുടിക്കാനെങ്കിൽ എന്തെങ്കിലും ഞാൻ അവിടെ നിങ്ങളെ ഇപ്പൊ വ്യക്തത പോലെ കാണിച്ചു തന്നു. ചായ കുടിക്കാൻ കാശ് തന്നിട്ട് ഇവിടെ എടുത്ത് തന്നില്ല. അല്ല നമ്മള് ഇങ്ങനെ അധോലോകത്തിലുള്ളവർക്ക് അങ്ങനെ കൊടുത്തൂടാ. ഇത് കള്ളനോട്ടാണ്. എനിക്ക് ഇതിന്ന് നോട്ടെടുത്ത് തരാൻ പറ്റൂല. കാരണം എന്താന്ന് മനസ്സിലായ? അങ്ങനെയുള്ള ഇടപാടാണ്. കാരണം എന്താന്ന് മനസ്സിലായ? ഇത് ഒറിജിനൽ അല്ല, കള്ളനോട്ടാ. കള്ളനോട്ട് കൊച്ചിയിൽ പോണ സാധനമാണ്. നിങ്ങൾ ഇനി പൈസ തന്നില്ലെന്ന് പറഞ്ഞ് ഒറ്റ കൊടുക്കുമോ? കാണാണ്ട് ഫിംഗർ പ്രിൻ്റൊക്കെ പതിഞ്ഞേക്കുണ്ട്. നിങ്ങളാണ് ബാഗ് എടുത്ത് വെച്ചതെന്നാ. എന്നെ പോലീസ് വല്ലതും പിടിക്കുകയാണെങ്കിൽ നിങ്ങളെയും പിടിക്കും. കാരണം നിങ്ങളല്ലേ ബാഗ് എടുത്ത് വെച്ചെന്ന്. അപ്പം നിങ്ങളെ ഫിംഗർ പ്രിൻ്റൊക്കെ ഇതിലായിട്ടുണ്ട്. 62 വയസ്സോളം എനിക്കുണ്ട്. അത് എങ്ങനെയാണ് വന്നെന്നും എങ്ങനെയാണ് നിങ്ങൾ പോയതെന്നും അല്ല ഇപ്പൊ നിങ്ങളിപ്പോ വേറൊരു രീതിയിൽ നിങ്ങളെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളെ പിടിക്കുകയാണെങ്കിൽ എന്നെ കൂടെ വെച്ചെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് രാത്രി എല്ലാം ഈ ലൊക്കാലിറ്റിയിൽ കംപ്ലീറ്റ് ആക്കുക. അല്ല നിങ്ങളിപ്പോ കണ്ട സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റത്തില്ല. അതാണ് കാര്യങ്ങൾ പറയണ. ഇതിപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഇതിനു മുന്നേ കണ്ട് ഇതിൽ ഇപ്പോൾ ലോക്കൊന്നും അല്ലല്ലോ. അപ്പോൾ പൈസ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാലേ ഇതിൽ നാനോ ചിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. इस नए नोट में नैनो जीपीएस चिप लगी होगी जिससे इसे आसानी से ट्रैक किया जा सकेगा. ഓരോ നോട്ടിൽ നാനോ ചിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പോൾ നമുക്ക് അവിടെ പോയി തിരിച്ച് കളക്ട് ചെയ്യാം. അവിടെ നിന്ന് നടന്നിട്ട് ഞാൻ അല്ല ഇതിപ്പോ ഇന്നലെ രാത്രിയല്ലേ. അപ്പം ഇന്ന് രാവിലെ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഒരു പറി എടുക്കാതെ എനിക്ക് അത് മൊത്തം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ലതാണ് അഴിക്കണമെന്ന് ഞാൻ അറിയുന്നു. ചേട്ടാ ഞാൻ വന്നിട്ട് കാര്യം ഇത് വേഗം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതാണ് ഉദ്ദേശം ഞാൻ ചോദിച്ചത് ആരെ വേഗം ചോദിച്ചു. അതെ ഈ ബാഗ് കണ്ടാലും ആരടുത്തും പറയണ്ട കേട്ടോ. ഇച്ചിരി സീനാണ്. മലമുറപ്പ് കാര്യങ്ങളൊക്കെ അല്ല നമ്മുടെ തമ്മിൽ ബന്ധം ഇല്ലാത്തതാണ് നല്ലത്. കാരണം ബന്ധം ഉണ്ടെന്ന് നിങ്ങൾ സ്ഥാപിച്ചെടുത്താലും ഇല്ലെന്ന് കാരണം പേര് ബാബു. ഈ ബാബുവിന് ഒരു കാരണം എന്നെ പൊക്കുകയാണെങ്കിൽ നിങ്ങളെയും പൊക്കും. എന്തിന്? നിങ്ങളെ ഫിംഗർ പ്രിന്റ് ഒന്നില്ലേ ബാഗില്? ഈ ബാഗ് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ വണ്ടി കൊണ്ട് വെച്ച് ആശുപത്രി എടുക്കാൻ പറഞ്ഞ് എടുത്തു വെച്ചു. പോലീസല്ല ഏത് പണിയിൽ വേണമെങ്കിലും വരാം. എൻ്റെ ബാക്കി ഇതൊക്കെ തീർന്ന് 2 പെൺപിള്ളേരുണ്ടെന്ന് കെട്ടിച്ച് വിട്ട് സുന്ദരമാണ്. ഇപ്പൊ പോണത് തന്നെ ചീട്ട് കളിക്കാൻ അറിയാം. അപ്പൊ എല്ലാ മാറ്റമൊക്കെ പല രീതിയിലും പോയതാണ്. ഇപ്പൊ സത്യസന്ധത വെള്ളം വെച്ചിട്ടുണ്ടോ? നമുക്ക് തമ്മിൽ മാത്രമേ അറിയൂ. ഇൻ കേസ് എന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുക്കും. നിങ്ങളെ കാട്ടിക്കൊടുത്താൽ എനിക്ക് ഒരു നമ്മളെ ഏത് ടീമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതാ എനിക്കിപ്പോ എന്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തന്നെന്നും പറഞ്ഞ് എനിക്കിപ്പോ പേടിയില്ല. നമ്മുടെ രാജരാജേശ്വരി അധോലോകമാണ്. നമ്മുടെ അധോലോകത്തിന്റെ പേര് ശ്രീ രാജരാജേശ്വരി അധോലോകം. എങ്ങനെയുണ്ട്? തീർന്നവനാണ്. അഥവാ ഞാനെങ്ങാനും പിടിക്കപ്പെട്ടാൽ നിങ്ങളെ പിടിച്ചു കൊടുക്കുന്നു. ഇനി ഞാൻ പിടിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളും ഇവിടെ വേറെ വകുപ്പുകളൊക്കെ ഉണ്ട്. അല്ല ചേച്ചിയുടെ കടയാണോ? ബാഗ് എങ്ങനെ ഇവിടെ വന്നു? ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നു? അതുകൊണ്ട് ആ കാറ് കണ്ടാ നമ്മളെ ടീമാണ്. ഓക്കെ പിന്നെ എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടേ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. അതുകൊണ്ട് ആ കാറിലിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓ ഇന്ന് രാവിലെ മുതലേ ബാഗ് അന്വേഷിച്ച് നടക്കുകയാണ്. ആരും ഉണ്ട് വെച്ചാ?
കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് ആയിരുന്നു ഇതിൽ. പക്ഷെ നിറച്ചിരുന്നതായിരുന്നല്ല. അതിപ്പോ നിങ്ങളുടെ ആര് എന്തോ ഒരു 2 വെള്ളം മേടിച്ചിട്ട് ഒരാളും കൂടി നടന്നില്ലേ? ഇല്ല, ഒരു സ്കൂട്ടർ പോയാണ്ട്. ഞാൻ എന്തുവാണ്ട കൺമുന്നി വെച്ചൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്നെ പൊളിയൂലേ? ആ പൈസ തരൂല. എന്റെ മനസ്സിൽ എന്നെ കൊടുക്കാൻ ആരോ ചെയ്ത്. സത്യം. ഈ നോട്ടുണ്ടെങ്കിൽ ഞാൻ അന്തം വിട്ടു. എന്തായാലും കാറിൽ ചെല്ലാം. പോവാൻ വരട്ട്. അതിൽ ഒന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് വല്ല വീഡിയോ എല്ലാം പിടിക്കുന്നുണ്ടോ നോക്കിയാണ്. ഇത് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. നമ്മളൊരു വീഡിയോ പിടിച്ചതാ, യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ പിടിച്ചതാ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ചുമ്മാ കാരണം നമുക്ക് നമ്മളെ ഒരാളായിട്ട് ഡീല് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളവരങ്ങനെ ചുമ്മാ അങ്ങനെ വിടത്തില്ല. ഇത് പടിയെ പോയ എന്നെ പിടിച്ചിട്ട് കൊടയും നേരിടും. അത് വല്ല ലാഭം കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ അത് ഞാൻ നോക്കണം. ഇത് നമ്മളെ ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു കേട്ടാ. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിലെ ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. അത് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഇന്നലെ ഇട്ടിട്ട് പോയതായിരുന്നു. നിങ്ങളും പറയത്തില്ലല്ലേ? ഇതിലെന്താണെന്നൊന്നും അറിഞ്ഞൂടല്ലോ. ഒന്നെടുത്ത് വെച്ച് തരുമോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രാങ്ക് സീരീസിലെ അവസാനത്തെ എപ്പിസോഡായിരുന്നു ഇത്. ഇതുവരെയുള്ള പ്രാങ്ക് എപ്പിസോഡുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ തുടർന്നും നമ്മൾ ഇതുപോലുള്ള പ്രാങ്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ എങ്കിലും ഒരു 10 പേര് കണ്ടാൽ മതിയായിരുന്നു.